ദില്ലിയുടെ നഗരവീഥികളിൽ പലതും ഇരു രാജ്യങ്ങളുടെയും പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ്. അബുദാബി കിരീടാവകാശിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള കമാനങ്ങളും ധാരാളം. അറബ് ലോകവും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുന്നത് ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസികൾക്കും പരോക്ഷമായി ഏറെ ഗുണം ചെയ്യും. തൊഴിലാളി ക്ഷേമം ഉൾപ്പെടെയുള്ള തുറകളിൽ നിരവധി കരാറുകൾക്ക് രൂപം നൽകാനുള്ള തീരുമാനത്തിലാണ് ഇരു രാജ്യങ്ങളും. 2015 ഓഗസ്റ്റിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനവും തുടർന്ന് പോയ വർഷം ഫെബ്രുവരിയിൽ നടന്ന അബുദാബി കിരീടാവകാശിയുടെ ഇന്ത്യ സന്ദർശനവും ഉയർത്തിയ പ്രതീക്ഷകൾ വളരെ വലുതാണ്. അതിന്റെ തുടർച്ച എന്ന നിലക്ക് നടക്കുന്ന അബുദാബി കിരീടാവകാശിയുടെ ത്രിദിന സന്ദർശനത്തെ ആവേശത്തോടെയാണ് എല്ലാവരും വിലയിരുത്തുന്നതും. UAE-യിലെ പട്ടാളക്കാരൊക്കെ ഇന്ത്യൻ രാജവീതിയുടെ മാർച്ച് നടത്തുന്ന ഒരു സംഗതി വരെ ഒന്നു നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഷെയ്ഖ് സായിദ് വരണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചത്. അദ്ദേഹത്തിൻ്റെ മകനെങ്കിലും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ കാണാൻ സാധിച്ചു. ഈ ബന്ധം തുടർന്നും ഉണ്ടാകട്ടെ. സാമ്പത്തിക നിക്ഷേപ മേഖലയ്ക്കപ്പുറം പ്രതിരോധം ഉൾപ്പെടെ സുപ്രധാന തലങ്ങളിലേക്ക് കൂടി ഇന്ത്യ UAE ബന്ധം വളരുന്നതിന്റെ കൂടി സൂചന പ്രകടമാണ്. MA യൂസുഫ് അലി, ഡോക്ടർ സംഷീർ വയലിൽ, ഡോക്ടർ ആസാദ് മുപ്പൻ എന്നിവരാണ് UAE-യിൽ നിന്നും കിരീടാവകാശിയെ അനുഗമിച്ചെത്തിയ 20-അംഗ ഉന്നതതല ബിസിനസ് സംഘത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന മലയാളികൾ. MCA നാസർ, മീഡിയ 1, ന്യൂഡൽഹി.